BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കൊല്ലത്ത് സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. അപകടം വൈദ്യുതി കമ്പിയിൽ തട്ടി. തേവലക്കരയിൽ വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചു. 8ാം ക്ലാസ് വിദ്യാർത്ഥി വിലങ്കര സ്വദേശി മിഥുനാണ് മരിച്ചത്. സ്കൂളിലെ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ മിഥുന് ഷോക്കേൽക്കുകയായിരുന്നു എന്നാണ് വിവരം. വ്യാഴാഴ്ച രാവിലെ 9:15 സംഭവം. കളിക്കുന്നതിനിടയിൽ ചെരുപ്പ് സൈക്കിൾ ഷെഡിന് മുകളിൽ വീണു. ചെരുപ്പെടുക്കുവാൻ സമീപത്തെ കെട്ടിടത്തിൽ കയറി മുകളിലൂടെ നടന്നു പോകുന്നതിനിടയിൽ കാൽ വഴുതി അതുവഴി കടന്നുപോയ വൈദ്യുതി ലൈനിലേക്ക് വീഴുകയായിരുന്നു. ലൈനിൽ പിടിച്ചതോടെ ഷോക്കേൽക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞെത്തിയ അധ്യാപകർ ഓടിയെത്തി അകലെയുള്ള ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസ് ഊരി രക്ഷിക്കുവാൻ ശ്രമിച്ചു. തേവലക്കര KCB ഉദ്യോഗസ്ഥരും പെട്ടെന്ന് നടപടികൾ നീക്കി ഫീഡർ ഓഫ് ചെയ്തു. അധ്യാപകർ മുകളിൽ കയറി മിഥുനെ താഴെ ഇറക്കി ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പിതാവ് മനോജ്, മാതാവ് സുജി, സഹോദരൻ സുജിൻ. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് തേടി. ഭാര്യയുടെ കാമുകൻ ഉറ്റ സുഹൃത്ത് എതിർത്തതോടെ യുവാവിനെ കൊന്നുതള്ളി. പ്രതികൾക്ക് ജീവപര്യന്തം. യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യയെയും ഇവരുടെ കാമുകനെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് കോടതി. അലിഗഡ് കൌരിയാഗഞ്ച് സ്വദേശി ഭുവനേഷ് കുമാർ എന്ന ബിക്കിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭാര്യ നന്ദിനി, കാമുകനായ അങ്കിത് എന്നിവരെ അലിഗഡ് അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. പ്രതികൾക്ക് 3.2 ലക്ഷം രൂപ വീതം പിഴയും ചുമത്തിയിട്ടുണ്ട്. 2023 കേസിനാസ്പദമായ സംഭവം. വ്യാപാരിയായ ഭുവനേഷിന്റെ മരണത്തിൽ സംശയമുണ്ടെന്നാരോപിച്ച് അച്ഛനാണ് പോലീസിനെ സമീപിച്ചത്. മരണത്തിന്റെ തലേദിവസം സുഹൃത്തായ അങ്കിത്തിനൊപ്പം പുറത്തുപോയ ഭുവനേഷിനെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നായിരുന്നു പരാതി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമാണെന്നും ഭാര്യ നന്ദിനിയും കാമുകനായ അങ്കിത്തുമാണ് കൃത്യത്തിന് പിന്നിലെന്നും തെളിഞ്ഞത്. രാജസ്ഥാനിൽ 9 വയസ്സുകാരി കുഴഞ്ഞു വീണ് മരിച്ചു. ഹൃദയാഘാതമെന്ന് ഡോക്ടർമാർ. രാജസ്ഥാനിലെ ജയ്പൂരിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു. 9 വയസ്സുകാരിയായ പ്രാചി കുമാവത്താണ് മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് നിഗമനം. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. സ്കൂളിൽ വെച്ച് ഉച്ചഭക്ഷണത്തിനായി പാത്രം തുറക്കുന്നതിനിടെ ബോധരഹിതയായി നിലത്ത് വീഴുകയായിരുന്നു. അധ്യാപകർ ഉടൻ തന്നെ കുട്ടിയെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ പ്രാചിക്ക് നാഡീമിടിപ്പുണ്ടായിരുന്നില്ല. രക്തസമ്മർദ്ദം ആവശ്യമായ അളവിലും താഴ്ന്നിരുന്നു. ശ്വാസം എടുക്കുവാനും ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളാണ് കാണാനായതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. സിക്കാറിലെ മറ്റൊരു ആശുപത്രിയിലേക്ക് വീട്ടുകാർ കുട്ടിയെ മാറ്റിയെങ്കിലും മരിക്കുകയായിരുന്നു. രക്ഷപ്പെടുത്തി പുനരധിവസിപ്പിച്ച കഴുകന്മാരെ തുറന്നുവിട്ട് ദക്ഷിണാഫ്രിക്ക. വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി പുനരധിവസിപ്പിച്ച 5 കഴുകന്മാരെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തുറന്നുവിട്ടു. വടക്കൻ ദക്ഷിണാഫ്രിക്കയിലെ മാഗ്ലീസ്ബർഗ് പർവ്വതനിരകളിലാണ് കഴുകന്മാരെ തുറന്നുവിട്ടത്. വന്യജീവി കടത്തിനിടെ പിടികൂടിയതും സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയതുമായ കഴുകന്മാർ ഇതിൽ ഉൾപ്പെടുന്നു. കേപ്പ് വൾച്ചറുകൾ എന്നറിയപ്പെടുന്ന 2 കഴുകന്മാരെ വന്യജീവി കടത്തിനിടെയാണ് രക്ഷപ്പെടുത്തിയത്. വന്യജീവി സംരക്ഷണ സംഘടനയായ വൽപ്രോയും ഹ്യൂമൻ വേൾഡ് ഫോർ ആനിമൽസ് ഓർഗനൈസേഷനും നടത്തിയ കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായാണ് കഴുകന്മാരെ തുറന്നുവിട്ടത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പുട്ടിനോട് ഇടഞ്ഞ ട്രംപ്. അന്ത്യശാസനം. യുക്രൈന് ആയുധം നൽകും. നിലപാട് മാറ്റത്തിന് പിന്നിലെന്ത്? യുക്രൈൻ റഷ്യ യുദ്ധം 1200 ദിവസം പിന്നിട്ടിരിക്കുന്നു. യുക്രൈനുള്ള ആയുധ വിതരണം താൽക്കാലികമായി നിർത്തുമെന്ന് അടുത്തിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്. എന്നാൽ 2 ആഴ്ച പിന്നിടുമ്പോഴേക്കിതാ ട്രംപ് നയം മാറ്റിയിരിക്കുന്നു. വാഷിംഗ്ടണിൽ നിന്നും പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ യുക്രൈനിലേക്ക് അയക്കും എന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. എത്ര എണ്ണം അയക്കുമെന്നത് സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും യുക്രൈന് ആവശ്യമുള്ളത് അത്രയും എണ്ണം നൽകുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ട്രംപ് നിക്ഷിപ്തമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പുടിൻ വളരെ നന്നായി സംസാരിക്കുന്നയാളാണെന്നും എന്നാൽ പിന്നാലെ ബോംബിട്ട് കൊല്ലും എന്നുമായിരുന്നു ട്രംപ് പറഞ്ഞത്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ട്രംപ് നടത്തിയിരുന്നുവെങ്കിലും അത് ഫലവത്തായിരുന്നില്ല. പിന്നാലെയാണ് നാറ്റോ വഴി അമേരിക്ക യുക്രൈന് ആയുധങ്ങൾ വാഗ്ദാനം ചെയ്തത്. പാൻ പാൻ പാൻ
ഇൻഡിഗോ വിമാനത്തിന്റെ അടിയന്തര ലാൻഡിംഗിന് മുൻപ് പൈലറ്റിന്റെ സന്ദേശം എന്താണ് അർത്ഥം? ഡൽഹിയിൽ നിന്നും ഗോവയിലേക്ക് പറന്നുയർന്ന ഇൻഡിഗോയുടെ 6E6721 വിമാനം അടിയന്തര സാഹചര്യത്തെ തുടർന്ന് മുംബൈ വിമാനത്താവളത്തിൽ ഇറക്കിയത് ബുധനാഴ്ച രാത്രിയാണ്. എയർബസിന്റെ A320 നിയോ വിമാനത്തിലുണ്ടായിരുന്നത് 191 പേരായിരുന്നു. വിമാനം നിലത്തിറക്കുന്നതിന് മുൻപ് പൈലറ്റ് പാൻ എന്ന സന്ദേശം കൈമാറിയിരുന്നുവെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. സാങ്കേതിക തകരാറിനെ തുടർന്നുള്ള പ്രശ്നം എന്നാണ് ഇതിന്റെ അർത്ഥം. അടിയന്തര സാഹചര്യമെങ്കിലും വിമാനത്തിനോ യാത്രക്കാർക്കോ ആസന്ന അപകടമില്ല എന്നതാണ് സന്ദേശം വ്യക്തമാക്കുന്നത്. എന്നാൽ അവഗണിക്കുന്നത് അപകടത്തിലേക്ക് നയിച്ചേക്കാം. ക്വാറന്റീനും ബഹിരാകാശ ദൌത്യവും കഴിഞ്ഞ് കുടുംബത്തെ കണ്ട് ശുഭാംശു. വൈകാരിക നിമിഷങ്ങൾ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 18 ദിവസം നീണ്ടുനിന്ന ദൌത്യത്തിന് ശേഷം മടങ്ങിയെത്തിയ ശുഭാംശു ശുക്ല കുടുംബത്തെ കണ്ടു. ടെക്സാസിലെ ഹൂസ്റ്റണിൽ വെച്ചായിരുന്നു ഭാര്യ കാംന ശുക്ല, മകനും 6 വയസ്സുകാരനുമായ കിയാർ ശുക്ല എന്നിവരുമായുള്ള ശുഭാംശുവിന്റെ ഒത്തുചേരൽ. തന്റെ കുടുംബത്തെ ആശ്ലേഷിച്ച നിമിഷം തനിക്ക് വീട് പോലെ അനുഭവപ്പെട്ടുവെന്ന് ഇൻസ്റ്റഗ്രാമിൽ ശുഭാംശു ശുക്ല കുറിച്ചു. യുഎസിൽ ഇന്ത്യക്കാരിയുടെ മോഷണം. മുന്നറിയിപ്പുമായി ഇന്ത്യയിലെ യുഎസ് എംബസി വിസ റദ്ദാക്കും. യുഎസിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണ ശ്രമത്തിനിടെ ഇന്ത്യൻ വനിത പിടിയിലായതിന് പിന്നാലെ മുന്നറിയിപ്പുമായി ഇന്ത്യയിലെ യുഎസ് എംബസി. യുഎസിൽ അക്രമം, മോഷണം തുടങ്ങിയവ ചെയ്താൽ നിയമപ്രശ്നങ്ങൾ മാത്രമല്ല വിസ റദ്ദാക്കുന്നതിനും കാരണമാകും എന്നാണ് യുഎസ് എംബസിയുടെ അറിയിപ്പ്. യുഎസിൽ അക്രമം, മോഷണം തുടങ്ങിയവ ചെയ്താൽ നിയമപ്രശ്നങ്ങൾ മാത്രമല്ല വിസ റദ്ദാക്കുന്നതിനും കാരണമാകുമെന്നാണ് യുഎസ് എംബസിയുടെ അറിയിപ്പ്. മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ ഭാവിയിൽ യുഎസ് വിസയ്ക്ക് അയോഗ്യരാക്കുമെന്നും എംബസിയുടെ മുന്നറിയിപ്പിലുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.